കർണാടകയിലെ ഷിരൂരിന് സമീപം കാർവാറിൽ പാലം തകർന്ന് പുഴയിൽ വീണ ട്രക്ക് ഉയർത്താനുള്ള നടപടികൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് അവിടെ ദൌത്യം പുരോഗമിക്കുന്നത്. ഈ മാസം 7-നാണ് ദേശീയപാതയിലെ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ട്രക്ക് പുഴയിലേക്ക് വീണത്. കരയിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലെയായിരുന്നു ആ ട്രക്ക് ഉണ്ടായിരുന്നത്. അതിനെ അവിടെ നിന്ന് വലിച്ചു കരയ്ക്ക് കയറ്റുക, കരയുടെ സമീപത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ ദൌത്യമായിരുന്നു. നേരത്തെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി നിന്ന ഘട്ടത്തിൽ, പുഴയിൽ അടിയൊഴുക്ക് അതിശക്തമായി നിന്നിരുന്ന ഘട്ടത്തിൽ ആ ദൌത്യം ഉപേക്ഷിച്ച് പിന്നീട് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെടുന്നതിന് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ദൌത്യം ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി അടുക്കുമ്പോൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഉള്ളത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോറിയുടെ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് കാണാം. 4 ക്രെയിനുകൾ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതിൽ തന്നെ 2 ക്രെയിനുകൾ വളരെ വലിയ ക്രെയിനുകളാണ്. ആ ക്രെയിനുകളിലാണ് ഇപ്പോൾ ഈ ലോറി